നമ്മളിപ്പോൾ ചില ആൾക്കാരുണ്ട് വർക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ തൽക്കാലത്തേക്ക് അത് മതി, അതിലങ്ങ് നിന്ന് പോകും. പിന്നെ ഈ വർക്ക് കഴിഞ്ഞ് വന്നിട്ട് ഈ പഠിക്കാൻ തുടങ്ങുമ്പോൾ ഒരു കോൺസെൻട്രേഷൻ ഒക്കെ കിട്ടാറുണ്ടോ? ജോലിയുടെ കൂടെ പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടി എന്തെങ്കിലും സജഷൻസ് കൊടുക്കാനുണ്ടോ? എൻ്റെ പേര് കാർത്തിക. ഞാൻ കറൻറ്റ്ലി ഒരു ഖത്തർ ബേസ്ഡ് കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്. അക്കൗണ്ട്സ് പൊസിഷനിലാണ്, അക്കൗണ്ട് അസിസ്റ്റൻറ്റ് പൊസിഷനിലാണ് ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്നത്. വർക്കും പഠനവും ഒരുമിച്ച് കൊണ്ടുപോകുമ്പം ഫേസ് ചെയ്യുന്ന ഒരു സ്ട്രഗിൾസ് എന്തൊക്കെയാണെന്നൊന്ന് പറയാമോ? ടൈം നമുക്ക് വർക്ക് ചില അവസരങ്ങളിൽ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഓഡിറ്റിംഗ് ഒക്കെ നടക്കുന്ന ടൈമാണെങ്കിൽ എനിക്ക് കൂടുതൽ ടൈം, ഇപ്പം നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ നോക്കുമ്പോൾ നമുക്ക് കുറേ ടൈം വേണ്ടി വരും. ഇപ്പോൾ വർക്കിംഗ് ടൈം കുറേ എക്സ്റ്റെൻഡ് ചെയ്ത് പോകും. അപ്പോൾ ആ ഒരു സിറ്റുവേഷനൊക്കെ വരുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ്. ചിലപ്പോൾ ക്ലാസ് അവേഴ്സൊക്കെ നമുക്ക് ലൈവ് ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യാൻ പറ്റാണ്ട്, പക്ഷേ റെക്കോർഡ് സെഷൻ നമുക്ക് പ്രൊവൈഡ് ചെയ്യണോണ്ട് ആ ഇഷ്യൂ വരാറില്ല. ഈ പറഞ്ഞ പോലെ നൈറ്റ് കുറച്ച് ടൈം ഇരുന്ന് ഇത്തിരി ഹെൽത്ത് ഇഷ്യൂസ് വരാനുള്ള ചാൻസ് ഉണ്ട്. ബട്ട് കുഴപ്പമില്ല, നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ള കാര്യമാകുമ്പോൾ നമ്മൾ കഷ്ടപ്പെടാൻ റെഡിയാവും. വർക്കിന് വേണ്ടി പഠനം അല്ലെങ്കിൽ പഠനത്തിന് വേണ്ടി വർക്ക് എന്തെങ്കിലും കോംപ്രമൈസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ? ഇല്ല, ഞാൻ കോംപ്രമൈസ് ചെയ്യില്ല. ഞാൻ രണ്ടും ബാലൻസ് ചെയ്തുകൊണ്ട് തന്നെ നോക്കാറുള്ളൂ. വർക്ക് ഒന്നിനും വേണ്ടിയിട്ടൊന്നും കോംപ്രമൈസ് ചെയ്യണതിൽ എനിക്ക് താല്പര്യമില്ല. ബാലൻസ് ചെയ്ത് കൊണ്ടുപോകും എങ്ങനെയാണ്. ജോലിയുടെ കൂടെ പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടി എന്തെങ്കിലും സജഷൻസ് കൊടുക്കാനുണ്ടോ? സജഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ചില ആൾക്കാരുണ്ട് വർക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ തൽക്കാലത്തേക്ക് അത് മതി, അതിലങ്ങ് നിന്ന് പോകും. അങ്ങനെ കുറേ പേര് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ അങ്ങനെ നിന്ന് പോയിട്ട് കാര്യമില്ല. നമുക്ക് ഈ ലോകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ അങ്ങനെ നിൽക്കും. പക്ഷെ ഇനിയും കുറേ പഠിക്കണം, കുറേ കാര്യങ്ങൾ നമുക്ക് അറിയാനുണ്ട്. നമ്മൾ ലിമിറ്റഡ് ആയിട്ട് അങ്ങനെ നിന്ന് പോകരുത്. വർക്ക് ചെയ്യുന്നത് പഠനത്തിൽ എന്തെങ്കിലും പ്രയോജനപ്പെടുന്നുണ്ടോ, ഉപയോഗപ്രദമാവുന്നുണ്ടോ? കുറേയൊക്കെ നമ്മൾ പ്രാക്ടിക്കലി, ഇപ്പം ഞാൻ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ പ്രാക്ടിക്കലി ഒരു കാര്യം നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ നമ്മളത് അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടിയും അത് മനസ്സിലാക്കാൻ പറ്റും. കുറേ കാര്യങ്ങൾ അക്കൗണ്ട് ടേംസിലാവുമ്പോൾ കുറേ കാര്യങ്ങൾ അങ്ങനെ പഠിച്ച് മനസ്സിലാവാൻ പറ്റാറുണ്ട്. ഇപ്പം നമ്മൾ CMA കോഴ്സിൽ പഠിക്കുന്ന കാര്യങ്ങളായാലും നമ്മളത് വർക്കിൽ അപ്ലൈ ചെയ്യാൻ നോക്കാറുണ്ട്. ആ തിയററ്റിക്കൽ നോളേജ് നമ്മൾ അപ്ലൈ ചെയ്യാൻ നോക്കാറുണ്ട്. ഡെയിലി എത്ര മണിക്കൂർ പഠനം അല്ലെങ്കിൽ എത്ര മണിക്കൂർ വർക്ക്, അതെങ്ങനെയാണ് ടൈം മാനേജ് ചെയ്യുന്നത്? വർക്കിന് ഒരു 7 to 8 hours അങ്ങനെ പോവാറുണ്ട്. സ്റ്റഡീസിന് മെയിൻലി വീക്കിലി ആവുമ്പോൾ 3 hours 3 to 4 അങ്ങനെ പറ്റാറുള്ളൂ. സൺഡേസിലൊക്കെയാണ് കൂടുതൽ സ്പെൻഡ് ചെയ്യാറ്. ഏതെങ്കിലും ഒരു പോയിന്റിൽ വർക്ക് ഒഴിവാക്കണം എന്നോ അല്ലെങ്കിൽ പഠനം നിർത്തണോ എന്നോ ചിന്തിച്ചിട്ടുണ്ടോ? സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് കുറച്ച് കൺജസ്റ്റഡ് ആയിരുന്നു. അപ്പോൾ വർക്ക് നിർത്തിയാലോ, കാരണം നമ്മളൊരു കാര്യം തുടങ്ങിയിട്ട് രണ്ടും കറക്റ്റായിട്ട് പോകാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അത് നമ്മളായിട്ടൊരു ഇതാക്കരുത്. അങ്ങനൊരു കൺസെപ്റ്റ് ഉണ്ട് എനിക്ക്. അപ്പോൾ ഫസ്റ്റ് നോക്കി അങ്ങനെ തോന്നിയിരുന്നു. പക്ഷെ പിന്നെ പോയപ്പോൾ എനിക്ക് മനസ്സിലായി പറ്റും, എന്നെ കൊണ്ട് പറ്റും എന്നുള്ളത് തോന്നി. അപ്പോൾ പിന്നെ അങ്ങനെ ഇപ്പോൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പ്രശ്നമുണ്ട്. പിന്നെ ഈ വർക്ക് കഴിഞ്ഞ് വന്നിട്ട് ഈ പഠിക്കാൻ തുടങ്ങുമ്പോൾ ഒരു കോൺസെൻട്രേഷൻ ഒക്കെ കിട്ടാറുണ്ടോ? സിറ്റുവേഷൻ ഇപ്പം ചില ഡേയ്സ് നമ്മൾ ഈ വർക്ക് ഭയങ്കര എന്താ പറയുക, ചില സിറ്റുവേഷനിൽ നമുക്ക് ഓവർലോഡ് വരുമ്പോൾ അല്ലെങ്കിൽ ഇത് തീർന്നിട്ടില്ല എന്നൊക്കെ വരുമ്പോൾ നമുക്കൊരു പ്രഷർ ഉണ്ടാവും. അത് കുറച്ച് നേരം ഉണ്ടാവും. ബട്ട് അത് അത്രയ്ക്ക് സ്റ്റഡീസിൽ ഇമ്പാക്റ്റ് ചെയ്യാൻ ഞാൻ സമ്മതിക്കാറില്ല.